അപ്പം പൊതുവേ അവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പം അവിടുത്തെ എല്ലാ മനുഷ്യരും ഈ തട്ടിപ്പിൻ്റെ ഭാഗം തന്നെയാണ്. അതിന് എന്തെങ്കിലും ഷെയർ പറ്റുന്നവരാണ്. ആരും ഉണ്ടാകും ഭയഭക്തിയോട് കൂടി ഇരിക്കുന്ന ഒരു 1% 2% ആൾക്കാരല്ലാതെ ബാക്കി കംപ്ലീറ്റ് ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോകും. ചെമ്പ് കൊണ്ടുവന്ന് മാസ്റ്ററിൽ എഴുതി. ഒരു പ്രാവശ്യം എഴുതിയിട്ടും അവർക്കറിയാം കള്ളത്തരം ആയതുകൊണ്ട് തൃപ്തി വരാത്തതുകൊണ്ട് പല സ്ഥലത്തും ചെമ്പ് ചെമ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവരന്വേഷിച്ചാൽ മതി, CBI കൊടുക്കണ്ടെന്ന്. കാരണം ഒരു സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. CBIക്ക് അത്ര രീതിയിൽ പ്രോബ് ചെയ്യാൻ കഴിയില്ല എന്ന് എൻ്റെ ഒരു കണക്കുണ്ട്. വിജയമല്യ സമ്പാദനയല്ല, ശബരിമലയിൽ വരുന്ന സ്വർണ്ണങ്ങളുണ്ടല്ലോ, അത് എത്രമാത്രം കാണും? അതിനൊരു കണക്കെന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു ആദ്യ തുടക്കത്തിൽ 2 ഉണ്ടായിരുന്നു ദാരുശില്പങ്ങൾ. ഒരെണ്ണമാണ് സ്വർണം പൂശി വെച്ചിരിക്കുന്നത്, ഒരെണ്ണം അവിടുത്തെ ഗോഡൗണിൽ ഇരിപ്പുണ്ടെന്ന്. പക്ഷേ അവിടുത്തെ SP അവിടെ പോയി പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ഒരെണ്ണം കിട്ടി, ഇയാളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഏവരെയും കണ്ടുവെട്ടിച്ച് മോഷണം നടത്തിയിട്ടുണ്ട് എങ്കിൽ എന്തൊക്കെ മോഷണം നടത്തിയിട്ടുണ്ടാകാം, മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം? ഇത്രയേറെ മോഷണം നടത്തുവാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം ലഭിച്ചു, ഒത്താശ ലഭിച്ചു? വലിയ രീതിയിലുള്ള തണൽ എവിടെ നിന്നോ അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ലേ? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നിയത്? ഇത്രയും, അതായത് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജാതി മത വ്യത്യാസമില്ലാതെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു സിമ്പലാണ്, മലയാളികളുടെ തന്നെ ഒരു സിമ്പലാണ്, ഒരു പ്രതീകമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്, ശബരിമല എന്ന് പറയുന്നത്. അവിടെ പോലും മോഷണം നടത്തിയിരിക്കുകയാണ്. അത് മലയാളി എത്ര ഉന്നതനായാലും ശരി, രാജ്യത്തിൻ്റെ ഏത് ഉന്നത പദവി പോയാലും ശരി, സ്വർണം കണ്ടാൽ മലയാളി മോഷ്ടിക്കും. മലയാളിയുടെ സ്വഭാവമാണ്. എല്ലാവരുടെയും അല്ല, എല്ലാ മലയാളി പ്രത്യേകിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് മലയാളിയാണെന്നാണ് ഞാൻ പറയുന്നത്. മൊത്തം നോക്കുമ്പോൾ ഒരാളോ രണ്ടാളോ നമ്മളെപ്പോലെയുള്ള മറ്റ് രാജ്യത്ത് കണ്ടെങ്കിലും പൊതുവെ മലയാളികൾ ഫ്രോഡാണ്. അത് നോക്കിക്കോളൂ, കോപ്പറേറ്റീവ് ബാങ്കുകളുടെ സൊസൈറ്റിയിലെ മുഴുവൻ പാവങ്ങളുടെ പൈസ മുഴുവൻ കംപ്ലീറ്റ് പോയില്ലേ? അവരുടെ മുഴുവൻ പണം ആ പാർട്ടിക്കാർ ആണ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഏത് പാർട്ടിയായാലും ശരി കണക്ക് തന്നെ. ശബരിമലയിൽ അവിടെ സ്വാമി അയ്യപ്പൻ്റെ അവിടെ ഈശ്വരവിശ്വാസമുള്ള ആൾക്കാരാണ് അവിടെ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഭാരവാഹികളും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഈശ്വരവിശ്വാസികളായിരിക്കണം. നിരീശ്വര വിശ്വാസികളെ പാർട്ടിക്കാരെ അവിടെ പ്രസിഡൻ്റ് ആക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് കാലാകാലം. അപ്പം കൈയിട്ട് വാരാനുള്ള സൗകര്യത്തിനാണത്. അത് അയ്യപ്പൻ്റെ ആയാലും ശരി, ആരെയായാലും ശരി, സ്വർണ്ണമോ ക്യാഷോ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു മാറ്റും. അതിനുള്ളൊരു മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ പോസ്റ്റിംഗ് അതിനകത്ത് വരുന്നത്. അതിനോട് നമ്മൾ എതിർപ്പാണ്. കാരണം സ്വാമി അയ്യപ്പൻ്റെ, ഞാനവിടെ സോഷ്യൽ ഡ്യൂട്ടിക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട്, 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ നമ്മൾ അന്തം വിട്ടു പോവും. അവിടെ വരുമോ ചിലർ അവിടെ വന്ന് അയ്യപ്പനെ സ്തുതിച്ച് കഴിഞ്ഞപ്പോൾ കഴുത്തി കിടക്കുന്ന 5-6 പിടി അല്ലെങ്കിൽ ഒരു 5-6 മാലകളൊക്കെ എടുത്ത് സ്വർണ്ണമാല അങ്ങ് എറിയുകയാണ്. അതിനൊന്നും കണക്കില്ല. അവിടെ വിശ്വാസമാണ്. അത് വിശ്വാസത്തിൻ്റെ പാരമ്പര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. പൈസ വലിച്ചെറിയും, ക്യാഷ് എറിയും, പിന്നെ വിലപിടിപ്പുള്ള പല സാധനങ്ങൾ, പൊന്നുപോലെ നോക്കുന്ന സാധനം എറിയും. ഇലക്ട്രോണിക് സാധനങ്ങൾ ഒത്തിരി വരുന്നുണ്ട്, നല്ല മൊബൈൽ ഫോണുകളൊക്കെ വലിച്ചെറിയവർ. കാരണം അവർക്ക് പുണ്യമായിരുന്നു തോന്നിയ സാധനം അയ്യപ്പനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ എവിടെയാണ് കണക്ക്? എനിക്ക് തോന്നണ ഓരോ ദിവസം ഒരു 10,000 മൊബൈൽ ഫോണെങ്കിലും അവിടെ വരും. ഇതുവരെ ഒരു മൊബൈൽ ഫോൺ അവർ റെക്കോർഡ് ചെയ്തിട്ട് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ വരുന്ന സാധനങ്ങൾ, പല സാധനങ്ങളും നേർച്ച നിറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇപ്പം കുറേയൊക്കെ ഒരു ചിട്ടപ്പെടുത്തി വന്നത്, പണം വരുന്നത് ക്യാഷ് എണ്ണും, കോയിൻ എണ്ണും, അതുപോലെ നോട്ട് എണ്ണും. പണ്ട് നേരത്തെ മുതൽ അവിടെ എണ്ണിക്കൊണ്ടിരിക്കുമ്പം ജഡ്ജിയുടെ അടിയിലൊക്കെ തിരികെ വെക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പം അവിടെ ഒരു സർക്കുലറുണ്ട്, നമുക്ക് ചിരി വരും. അവിടെ പൈസ എണ്ണുന്നവരാരും ജഡ്ഡി ഇടാൻ പാടില്ല. കാരണം അവർ മുണ്ട് മാത്രമേ കൊടുക്കാറ്, ഷർട്ട് ഇടാൻ പാടില്ല, മുണ്ട് മാത്രം, തിരികെ വെക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ചിരി ഉണർത്തുമെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് അതാണ് ചെയ്യുന്നത്. അവിടെ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നാണ്. അയ്യപ്പൻ്റെ മുമ്പിലാണെന്ന് ആലോചിച്ചോണം. അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാരെയൊക്കെ പാർട്ടിക്കാരെ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വ്യക്തിപരമായിട്ട് എതിർപ്പാണ്. അത് ചെയ്യാൻ പാടില്ല. അതല്ല വേണ്ടത്. ഈശ്വരവിശ്വാസമുള്ളവർ പോട്ടെ, എങ്കിലും ഒരു ഭക്തി ഉണ്ടാവുകയുള്ളൂ. മറ്റേത് ഇതുപോലെ മോഷ്ടിക്കുന്നതിനൊന്നും ഒരു പാപമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പാർട്ടിക്കാർ. ഈശ്വരവിശ്വാസം ഇല്ലാത്തവരൊക്കെ ഇല്ലേ അവിടെ? അതുകൊണ്ട് ദേവസ്വം ബോർഡിലെ പ്രസിഡന്റുമാരാരായാലും ശരി, ഈ ഒരു 2019 കാലഘട്ടത്തിൽ
ആണ് മേജറായിട്ടുള്ള സ്വർണ്ണക്കടത്ത് അവിടെ നടന്നിരിക്കുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ലൈബിളാണ്. അപ്പം പൊതുവെ അവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പം അവിടുത്തെ എല്ലാ മനുഷ്യരും ഈ തട്ടിപ്പിൻ്റെ ഭാഗം തന്നെയാണ്. അതിന് എന്തെങ്കിലും ഷെയർ പറ്റുന്നവരാണ്. ആരും ഉണ്ടാകും ഭയഭക്തിയോട് കൂടി ഇരിക്കുന്ന 1% 2% ആൾക്കാരല്ലാതെ ബാക്കി കംപ്ലീറ്റ് ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോകും. അവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, കൈ കിട്ടുന്ന പൈസ കൊണ്ട് അവർ പോവും. അപ്പോൾ അതാണ് ശബരിമലയിൽ നടക്കുന്നത്. എന്തായാലും അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഹൈക്കോടതിയുടെ ശ്രദ്ധ വന്നതുകൊണ്ടാണ് നമുക്ക് ശബരിമല അയ്യപ്പന് നീതി കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. അന്ന് ഒരു കാര്യം അങ്ങ് ശ്രദ്ധിച്ചായിരുന്നു. അന്ന് ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്തെ നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പാർട്ടിയുടെ ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു, പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു. അവിടുത്തെ ജീവനക്കാരിൽ പലരും ഇപ്പോൾ പല ജോലിക്ക് വേണ്ടിയും വരുന്നുണ്ടല്ലോ, ആ പല ജോലികൾ കേൾപ്പിക്കുന്ന പലരും ഒട്ടുമിക്ക ആൾക്കാരും പാർട്ടിയുടെ നോമിനീസ് ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസ്ത കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കേട്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും അത് വളരെ സൗകര്യമാണെന്നേ. കാരണം അവിടെ കണക്കും തൊപ്പിയൊന്നും ഇല്ല. കാരണം അവിടെ വരുന്ന ഡെയിലി അവിടെ ഒരു കൃത്യമായിട്ടായിരുന്നെങ്കിൽ അവിടെ ഓഫറിംഗ് ആയിട്ട് അല്ലെങ്കിൽ നേർച്ചയിടുന്നവരോ അല്ലെങ്കിൽ അവിടെ സമർപ്പിക്കുന്ന അവർ പണമായിട്ടോ ക്യാഷായിട്ടോ ഗോൾഡായിട്ടോ വസ്തുക്കളായിട്ടോ സമർപ്പിക്കുന്നതിന് ഒരു കണക്ക് വെക്കണ്ടേ? ആ കണക്ക് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള നീക്കം നടത്തി, പക്ഷേ അത് ചെയ്തിട്ടില്ല. ഡിജിറ്റലൈസിന് മാത്രമല്ല, നമുക്ക് രജിസ്റ്റർ വെച്ചാലോ ഓരോ ദിവസത്തെ അവിടുത്തെ വരുമാനം അത് ക്യാഷ് എണ്ണി പോകുന്നുണ്ടായിരിക്കും. അല്ലാത്ത ആർട്ടിക്കിൾസ് കിട്ടുന്നതിൻ്റെ കണക്ക് ഇല്ല. അതിൻ്റെ വില എവിടെ എഴുതാറില്ല. അതെവിടെ സൂക്ഷിക്കുന്നു, അത് അവിടെ മൊത്തമായിട്ട് ലേലം ചെയ്ത് കൊടുക്കുകയോ എന്നല്ലേ ചെയ്യേണ്ടത്. അങ്ങനെയൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. നമ്മുടെയൊക്കെ പള്ളികളിൽ ചില പള്ളികളിൽ കോഴി നേർച്ച മറ്റേ നേർച്ച ഉണ്ട്, അവിടെ ലേലം ചെയ്യുകയാണ്. ഓക്കെ. പള്ളികളിൽ പിന്നെ ആദ്യത്തെ വിളവുകൾ കൊടുക്കും. ചില അമ്പലത്തിലൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്, പഴയ കാലത്തെ ചിട്ടയാണ്. അപ്പോൾ ആദ്യത്തെ വിളവ് പള്ളിക്ക് കൊടുക്കണമെന്നാണ്. അപ്പം അങ്ങനെ കൊടുക്കും. ചിലർ കോഴി കൊടുക്കും, കോഴിമുട്ട കൊടുക്കും, ചിലർ ഏത്തക്കൊല കൊടുക്കും. ആദ്യത്തെ കൊല ഒരു 10 ഏക്കർ കൊല കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒരു 5 കൊല 10 കൊല. അപ്പം പള്ളിയിൽ അങ്ങനെ വരുന്ന സാധനങ്ങൾ ഞായറാഴ്ച അവിടെ ലേലം ചെയ്യും. അന്നേരം ലേലം ചെയ്യും. ആ പൈസ പള്ളിയിലോട്ട് പോകും. ഇത് വെട്ടിച്ചുകൊണ്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് പള്ളികളിലുള്ളത്. അപ്പം അമ്പലത്തിൽ വരുന്ന എന്തൊക്കെ സാധനം വരുന്നു നമുക്കൊരു നിശ്ചയമില്ല, കണക്കുമില്ല. അത് ഇവരായിട്ട് പറയുന്നുമില്ല. ധാരാളം ജീവനക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ഉൾപ്പെടെ, പ്രസിഡൻ്റെ കൂടെ 2 ദേവസ്വം മെമ്പേഴ്സുണ്ട്. അപ്പോൾ അവർ തന്നെ 3 പേരുണ്ട്. പിന്നെ അവിടെ ദേവസ്വത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ സെക്ഷനിൽ ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കുന്നില്ല അത് എത്ര ആൾക്കാർ അവിടെ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. 100 പേര് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ രംഗത്തും എന്തെല്ലാം കാര്യം നോക്കാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വീതം കിട്ടും. എന്തുകൊണ്ടാണ് ഇവരവിടെ പോയി കിടക്കുന്നത്? ഈ പാർട്ടിക്കാരാണ് ഭൂരിപക്ഷവും. അപ്പോൾ അങ്ങനെ കിടക്കുന്നവർ തീർച്ചയായിട്ടും ഒരു മോട്ടീവ് ഉണ്ടവർക്ക്. കാരണം ശബരിമലയിലെ വരുമാനത്തിന് ഒരു കണക്കുമില്ല. കുറേയൊക്കെ വരുമാനം നമ്മൾ കണക്കിൽ വരുന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം പല വഴിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പലരെ പോക്കറ്റുകൾ. സ്വർണം പൂശുന്നത് തന്നെ ആയാലും ശരി, സ്വാമി അയ്യപ്പൻ്റെ അവിടെ സ്വർണം പൂശുന്നത് നട പൂശുന്നതൊക്കെ അവിടെ തന്നെ വേണം. ഒരു സാധനം പുറത്ത് കൊണ്ടുവരാൻ പാടില്ല. ഹൈക്കോടതിയിൽ നമുക്കറിയാം ദേവസ്വം ബെഞ്ച് തന്നെയുണ്ട്. അതെ. അപ്പോൾ അവരുടെ ഒരു നിരീക്ഷണം ഉള്ളതുകൊണ്ടാണ് ഇത്രയെങ്കിലും വെട്ടിപ്പും തട്ടിപ്പും കുറഞ്ഞത്. എന്നിട്ടും ഇപ്പം വെട്ടിപ്പ് വന്നത് നമ്മൾ കണ്ടില്ലേ? ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഒരു കൃത്യമായി ഇപ്പോഴെങ്കിലും കോടതി അവിടുത്തെ സ്ട്രോങ് റൂം പരിശോധിച്ച് അവിടുത്തെ കണക്കെടുക്കാനായിട്ട് ഹൈക്കോടതി ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ നിയമിച്ച് കഴിഞ്ഞു. അത് ഇന്ന് മുതൽ കണക്കെടുപ്പ് തുടങ്ങുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമുക്കിതിനൊക്കെ ഒരു കണക്ക് വേണ്ടേ? അപ്പോൾ അവിടെയൊക്കെയുള്ള വസ്തുക്കൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണ്ണമായാലും ശരി, സിൽവർ ആയാലും ശരി, ഡയമണ്ട് ആയാലും ശരി. ഡയമണ്ടും പലരും കൊണ്ടിടും. കോസ്റ്റ്ലി ആയിട്ടുള്ള 5 ലക്ഷം 10 ലക്ഷത്തിന് ഡയമണ്ടൊക്കെ ഉണ്ട്. ആ ഡയമണ്ടൊക്കെ ഇവരെടുത്ത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ കടകളിൽ കിട്ടും കുട്ടികളുടെ ഡയമണ്ട് 1 രൂപ 10 രൂപയ്ക്ക്. ആ സാധനം വെക്കും. അതുപോലത്തെ നീല പച്ച കളറുള്ള സാധനം കിട്ടുമല്ലോ നമുക്ക് ചെറിയ, അതവിടെ വെച്ചിട്ട് മറ്റേ എടുത്തുകൊണ്ട് പോകും. ഇതിൻ്റെ വില ആര് നിശ്ചയിക്കുന്നു? അതിൻ്റെ മാറ്റം ആര് നിശ്ചയിക്കുന്നു? അപ്പം ഇവിടുത്തെ പൊന്ന് 24 പാവം പൊന്ന് തേച്ചതാണ് ഇപ്പോൾ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അത് പാളികളായിട്ടും വെച്ചിട്ടുണ്ട്, അതും വെച്ചിട്ട് 24 പാവം കാരറ്റ്, 56 പവനൊക്കെയാണ്, 56 കാരറ്റൊക്കെയാണ് ഡയമണ്ടിൻ്റെ കാരറ്റുകൾ. അതൊക്കെ ആരാ നോക്കുന്നത്? അത് തന്നെ ശബരിമല ചിലർ പറ്റിക്കാൻ വേണ്ടിയിട്ടും അവർ ഈ കൊല്ലം സുപ്രീമിൻ്റെ പോലത്തെയൊക്കെ ഇടുന്ന ആൾക്കാരും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിഞ്ഞ് മാറ്റിയിട്ട് ബാക്കി സ്വർണത്തിൻ്റെ കണക്ക് കൃത്യമായി ഡെയിലി അത് വേണ്ടേ? അതൊന്നും ആരും അവിടെ ചെയ്യാറില്ല. ഇപ്പം തന്നെ 2 പേരെ അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ. പക്ഷെ അവരാണ് കള്ളമോസർ എഴുതിയത്. ശബരിമല അയ്യപ്പൻ്റെ ഒരു സാധനം വെളിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ തന്നെ നേരത്തെ 98-99 കാലഘട്ടത്തിൽ
വിജയമല്യ 44 കിലോ സ്വർണം, 44.8 കിലോ സ്വർണം കൊടുത്തിട്ടാണ് അവിടുത്തെ ആ ദാരുശില്പങ്ങളും അവിടുത്തെ പടികളും അവിടുത്തെ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും അവർ സ്വർണ്ണത്തിൽ പൊതിയോ സ്വർണം തേക്കുകയോ ചെയ്ത്. അത് അവിടെ തന്നെ 60 ജോലിക്കാരുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. അവിടെ തന്നെ ചെയ്യുകയാണോ ഒരു സാധനം അവിടെ വെളിയിൽ കൊണ്ടുപോകും. ആരാണ് ഇതിന് അനുവാദം കൊടുത്തത്? പുറത്ത് കൊണ്ടുപോകാൻ ഉണ്ട്. ആ അനുവാദം കൊടുത്തവൻ തീർച്ചയായിട്ടും കോൺസ്പിറസിയിലെ പ്രതിയാണ്. അന്ന് കൊണ്ടുപോകാൻ നേരത്ത് ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ചെമ്പാണ് കൊണ്ടുവന്നതെന്നാണ്. അവിടെയാണ് കളം. അപ്പോൾ ആ എന്തുമാത്രം സ്വർണം അവിടെ അതാണ് തട്ടിപ്പിൻ്റെ ഒരു കൃത്യം. അവിടെയാണ് ഹൈക്കോടതി പിടിച്ചത് തന്നെ. ചെമ്പ് കൊണ്ടുവന്ന് മാസ്റ്ററിൽ എഴുതി. ഒരു പ്രാവശ്യം എഴുതിയിട്ടും അവർക്കറിയാം കള്ളത്തരം ആയതുകൊണ്ട് തൃപ്തി വരാത്തതുകൊണ്ട് പല സ്ഥലത്തും ചെമ്പ് ചെമ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡിസോണസ്റ്റ് ഇൻറ്റൻഷനാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്, തീർച്ചയായിട്ടും ഒരു കോൺസ്പിറസിയാണത്. അത് കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അവരുടെ കീഴിലുള്ള ആൾക്കാരാണല്ലോ മുഴുവൻ. അപ്പോൾ അവരൊക്കെ ഇതിന് പങ്കുപറ്റുന്നവരാണ്. അതുകൊണ്ട് ഇപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ഒരു പോറ്റിയായിട്ട് കീഴ്ശാന്തിയായിട്ട് വന്ന ആളാണ്. 2017 വന്നതെന്ന് ഞാൻ അറിഞ്ഞത്. അന്ന് മുതൽ ഈ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഇയാളെ പോലെയുള്ള വേറെ കഥാപാത്രം കാണും, അത് ഉറപ്പാണ്. ചിലരൊക്കെ അവിടെ സ്ഥിരം ആൾക്കാർ പോവില്ല, സ്ഥിരം പറ്റുകാരെ പോലെ അവിടെ ഉണ്ട്. അവർ പോകത്തില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും പ്രായം ചെന്നാലും വീണ്ടും മല കയറി അവിടെ എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മാധ്യമങ്ങൾക്കൊക്കെ ഓരോ റൂം അനുവദിക്കാറുണ്ട്. അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്ഥിരമായി ഒരു റൂം അവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെയൊക്കെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. ഞാനവിടെ ഒരു പമ്പയിലെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഇൻ്റലിജൻസിൻ്റെ ആയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അന്ന് എല്ലാവർക്കും പേടിയായിരുന്നു. കാരണം അവിടുത്തെ റെസ്റ്റ് ഹൗസിലും മറ്റിടത്ത് ചീട്ടുകളി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പണം വെച്ച് വലിയ സംഖ്യയ്ക്ക് പണം വെച്ച് ചീട്ടുകളിയാണ് അവിടെ. അതൊക്കെ ഈ ശബരിമലയുടെ കീഴിൽ അതുമായിട്ട് അനുബന്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങളവിടെ നടക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചോണം. അതെ. അപ്പോൾ പണം വെച്ച് അത് 10,000 രൂപ 1,00,000 രൂപയൊക്കെ ആ കളത്തിൽ വീഴുന്നതാണ്. അങ്ങനത്തെ ചീട്ടുകളിയുണ്ട്. അത് ആരാണെന്ന് ഇനിയെങ്കിലും അന്വേഷിക്കട്ടെ. സ്ഥിരമായിട്ട് ആ മുറി എടുത്തിരിക്കുന്ന ആരാണ്? അതിനകത്ത് 1-2 പോലീസ് ഓഫീസറെ എനിക്കറിയാം ചീട്ട് കളിക്കുന്നവർ. വലിയ ഇത് വെച്ചിട്ടാണ്, പൈസ വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ഇതുവഴി രീതിയിലുള്ള മലിനമായ പ്രവർത്തികൾ ഒരു കേന്ദ്രം ഇതിനോട് അനുബന്ധിച്ചുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ സാറേ, പണ്ട് ഈ GST വരുന്നതിന് മുൻപ് പല ചെക്ക് പോസ്റ്റുകളിലേക്കും പോസ്റ്റിംഗ് കിട്ടാൻ വേണ്ടി വലിയ പണം കൊടുത്ത് നീക്കങ്ങൾ നടത്തുന്ന ആൾക്കാരെ നമുക്കറിയാം. ഇപ്പോഴത് ഇല്ല. അതുപോലെയാണോ ഈ ശബരിമലയുടെ കാര്യത്തിലും? ശബരിമലയുടെ കാര്യത്തിൽ തന്നെ ഇത് തീർച്ചയായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അയാളുടെ ആശ്രിതന്മാരായിട്ട് ചില ആൾക്കാർ തീർച്ചയായിട്ടും വരും. പിന്നെ ആരും ക്ഷണിക്കാതെ തന്നെ അവിടെ കുറേ അധികം ആൾക്കാരുണ്ടെന്നേ. എന്നിട്ട് അവരോരോന്നങ്ങ് കൈകാര്യം ചെയ്യുകയാണ്. കാരണം അവിടം കൊണ്ട് ജീവിക്കുന്ന കേരളത്തിൽ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള ധാരാളം മലയാളികൾ ഒരു 3-4 മാസത്തെ അവിടുത്തെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒത്തിരി കുടുംബം എനിക്കറിയാം. അത് തന്നെയല്ല, അവിടുത്തെ ഓരോ 18-ാം പടി നമ്മൾ കയറി അങ്ങ് പോയി കഴിയുമ്പോൾ ഓരോ സെൻറ്ററിലും ഓരോരുത്തരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആന്ധ്രാക്കാരുടെ കയ്യിൽ കുറേ സ്ഥലം ഇരിപ്പുണ്ട്, അതുപോലെ തമിഴന്മാരുടെ കയ്യിൽ കുറേ സ്ഥലം ഇരിപ്പുണ്ട്. അവിടെ ഒന്നും നമുക്ക് കയറാൻ നോക്കില്ല. ഞാൻ അന്തം വിട്ട് പോയിട്ടുണ്ട്. എൻ്റെ പോലീസുകാരനെ അവിടെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. കാരണം അത് അവർ വർഷങ്ങളായിട്ട് പിടിച്ചു വെച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു തമിഴ്നാട് ഗവൺമെൻറ്റിന് അവിടെ കുറേ സ്ഥലം ശബരിമലയ്ക്ക് പോകുന്ന വഴിക്ക് അവർക്കായിട്ട് പതിച്ചു കൊടുക്കണ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ട്. അതിന് പകരം അവർ തമിഴ്നാട്ടിലെ അമ്പലത്തിൻ്റെ അവിടെ സ്ഥലം കൊടുക്കാമെന്ന്. അതിനൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് അതിശയം വിചാരിച്ചു. അന്നേരം ഞാൻ വിചാരിച്ചത് കൊടുക്കാൻ പാടില്ലല്ലോ. ഞാൻ അന്ന് അവിടെ DOSP ആയിരുന്ന സമയത്ത് ശബരിമലയിലെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോയതാണ്. അന്നേരം ഞാൻ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആ കയറിപ്പോകുന്ന വശം ഇടതുവശം വലതുവശം 18-ാം നമ്മളങ്ങോട്ട് ശബരിമല മുകളിലോട്ട് കയറിപ്പോകുന്ന വഴിക്ക് പല ഏരിയയും പലരുടെ സ്ഥിരമായിട്ട് ചിലരുടെ കയ്യിലാണ്. അവിടെ നമുക്ക് കയറാനൊന്നും പറ്റില്ല. അതാണ് അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല, ചിന്തിക്കുന്നുമില്ല. കാരണം എൻ്റെ ഒരു പോലീസുകാരൻ അവിടെ ചടി കിട്ടി യവന്മാർ അവിടെ കയറി എന്ന് പറഞ്ഞാൽ ആ പോലീസുകാരൻ യൂണിഫോം ഇട്ടുകൊണ്ട് അവിടെ ഒന്ന് നോക്കാൻ പോയതാണ് എന്താ നടക്കണതെന്ന്. അവൻ കയറ്റിയില്ല. ഏകദേശം ഒരു 1/2 ഏക്കർ അവരുടെ കയ്യിലാണ്. കയറിപ്പോകുന്ന വഴിക്ക് 1/2 ഏക്കറോളം ആ ഭാഗം. അങ്ങനെ പലരുടെയും കയ്യിൽ കാലാകാലങ്ങളായി ആന്ധ്രാക്കാരുടെയും തമിഴ്നാട്ടുകാരുടെയും കർണാടകക്കാരുടെയും ചില പോക്കറ്റ് ആൾക്കാരുടെ സ്ഥലങ്ങളാണത്. ഒരു നിഗൂഢമായ കുറേ കാര്യങ്ങൾ അവിടെ ഒത്തിരി ആൾക്ക് ഇതൊക്കെ പഠിക്കണം. ധർമ്മസ്ഥലയിൽ നമ്മൾ കണ്ടില്ലേ എന്തെല്ലാം കണ്ടു എന്ന്. ഇവിടെ ഇപ്പം അവിടെ പല കാര്യങ്ങളും നമുക്ക് വെളിയിൽ പറയാൻ ഒക്കില്ല. എങ്കിലും ഇപ്പോഴെങ്കിലും കുറേ കാര്യങ്ങളെങ്കിലും ഒതുങ്ങി വരുന്നല്ലോ എന്നൊരു സന്തോഷം തോന്നുന്നുണ്ട്. അത് കാരണം അതിനകത്ത് ഹൈക്കോടതിയുടെ ആ ഒബ്സർവേഷൻ വന്ന് അവിടുത്തെ
ദേവസ്വം ബെഞ്ചിലെ 2 ജസ്റ്റിസ് കൃത്യമായ ചില നടപടിയിലേക്ക് പോയി. ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് KT ശങ്കരനായിരുന്നു ഇതേപ്പറ്റി ആദ്യ കാലഘട്ടത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് തുടക്കത്തിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ശബരിമലയിലെ ആണ് ഒരു ഹൈക്കോടതി ബെഞ്ച് വരുന്നതെന്നൊക്കെ എനിക്ക് തോന്നും. അപ്പോൾ ഇങ്ങനെയുള്ള ചില നടപടിക്രമങ്ങൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ശബരിമലയിലെ തട്ടിപ്പും വിട്ടും കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ആ നീക്കം അതിശക്തമായ നീക്കം തന്നെയാണ്. അതിന് കോടതിയെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. എങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരാണ് എപ്പോഴും കേൾക്കുന്നത്. ഒരാളെ അവിടെ സസ്പെൻഡ് ചെയ്തു, മുരാരി ബാബു. പക്ഷെ മറ്റാരുടെയും ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ, മറ്റാരുടെയും തണലില്ലാതെ ഇവർക്ക് ഈ വലിയ മോഷണം നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്താണ് അങ്ങയുടെ അന്വേഷണം? തീർച്ചയായിട്ടും ധാരാളം ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട്. അതൊക്കെ കണ്ടെത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ SIT അത് കഴിയണം. SITക്ക് കാരണം അതിൻ്റെ കഴിവുള്ള വെങ്കടേഷ്, അദ്ദേഹം നല്ല കഴിവുള്ള ആളാണ്. പിന്നെ ശശിധരൻ എന്ന് പറഞ്ഞ SP റിട്ടയർഡ്, ഞാൻ പഠിപ്പിച്ച ആളാണ്. പക്ഷേ സത്യസന്ധനാണ്, കൈക്കൂലി വാങ്ങാത്തവനാണ്. അയാൾക്ക് IPS കിട്ടി. കൃത്യമാണ് അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ. പലരും പല ഡിസ്ക്വാളിഫിക്കേഷൻ അങ്ങനെ പേരിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അല്ല. കാരണം ED കൈക്കൂലി വാങ്ങിച്ചത് ഇപ്പം പിടിച്ച SP എറണാകുളത്ത്. എന്നിട്ട് അതിൻ്റെ പ്രഷർ കൊണ്ടായാലും തോന്നും അങ്ങനെ അവിടുന്ന് പോലീസ് അക്കാഡമിയിലോട്ട് മാറ്റിക്കളഞ്ഞു. കണ്ടില്ല. എന്നിട്ട് ഹൈക്കോടതി അത് നിരീക്ഷിച്ചിരിക്കുന്നു. ഹൈക്കോടതിയാണ് അവിടുന്ന് ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് ഈ ശശിധരൻ തന്നെ വേണമെന്ന് പറഞ്ഞത്. കണ്ടില്ലേ, കോടതി ഒബ്സർവ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വെങ്കടേഷിനെയും അതുപോലെ ശശിധരനെയും പിന്നെ 2-3 സർക്കിൾ ഇൻസ്പെക്ടർമാരുണ്ട്. അവരും ബെറ്റർ ആൾക്കാരാണെന്ന് ഞാൻ കരുതുന്നത്. അവരാണ് അന്വേഷണ ടീം. അവർക്ക് അത് ഹൈക്കോടതിക്ക് അത് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് KV വിജയകുമാറും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പറ്റി അവർ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് തീരുമാനം എടുത്തത്. എന്നിട്ടാണ് അവരാണ് സജസ്റ്റ് ചെയ്തത്, അല്ലാതെ ഇവിടുന്ന് ആരും കൊടുത്തതല്ല. എനിക്ക് തോന്നുന്നു അവർക്ക് നന്നായിട്ട് അറിയാം ഈ കാരണം കേരളത്തിനകത്ത് കേരളത്തിലെ ബന്ധപ്പെട്ട ആൾക്കാർക്കെതിരെ അന്വേഷണം നടത്തുമ്പോൾ കേരള പോലീസിൻ്റെ ആൾക്കാർ അന്വേഷിക്കുമ്പോൾ അത് സത്യസന്ധരായിരിക്കണം, ഇല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവരന്വേഷിച്ചാൽ മതി, CBIക്ക് കൊടുക്കണ്ടെന്ന്. കാരണം ഇവർ സത്യസന്ധമാണ് അന്വേഷിക്കണം. CBIക്ക് അത്ര രീതിയിൽ പ്രോബ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം CBIയിലൊക്കെ പല ആൾക്കാരും ഡെപ്യൂട്ടേഷൻ വരുന്നതാണ്. അത് ITBP നിന്നും CRP നിന്നും അവിടെ നിന്ന് വരുന്ന അവർ ഇൻവെസ്റ്റിഗേഷനോട് എന്താ ബന്ധമിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ടാലൻസ് ഉള്ള കേരള പോലീസിലെ ടാലൻസ് ഉള്ളവർ അന്വേഷിക്കുന്നവർ അവർക്ക് അന്വേഷിക്കാൻ കഴിയില്ല. ദുരൂഹമായ ഒരു കേസ് അവർ പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ തന്നെ വേണമെന്ന്. പലരും എൻ്റെ അടുത്ത് അത് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് നല്ലൊരു ടീമിനെ നമുക്ക് കിട്ടി. കോടതി സജസ്റ്റ് ചെയ്ത നല്ല ടീമാണ്. അവരാണ് ഇത് അന്വേഷിക്കേണ്ടത്. മറ്റവർക്ക് ഇവരെ പോലെ അന്വേഷിക്കാൻ കഴിയില്ല. CBI വന്നാലും CBIയുടെ പേരും പെരുമയെന്നുണ്ടെന്നല്ലാതെ അവർക്ക് ഡീപ്പായിട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് ഇപ്പം വളരെയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം അതുകൊണ്ട് നമ്മളൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ഹൈക്കോടതി അങ്ങനെ തന്നെയാണ് തീരുമാനിച്ചത്. 98-99 മുതൽ സ്വർണം പൂശിയത് ആരൊക്കെ സ്വർണം തന്നു, അവിടെ എവിടെയൊക്കെ പൂശി, എത്ര പാളികളുണ്ട്, അല്ലെ, അങ്ങനെയുള്ള കണക്കുകളെടുക്കണം. ഏതായാലും വളരെ വൈദഗ്ധ്യമായിട്ട് ഇവിടുത്തെ സാധനങ്ങളും പാളികളെല്ലാം മാറ്റിയിട്ട് അതിന് പകരം പുതിയ ചെമ്പ് ദാരുശില്പങ്ങളും ചെമ്പ് തളിയൊക്കെയാണ് അങ്ങ് കൊണ്ടുപോയത്. അവിടെ പുതിയതായിട്ട് ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ സാധനം അടിച്ചു മാറ്റി കഴിഞ്ഞു, ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ ഈ 10-40 കിലോ സ്വർണം കൊടുത്തത്, അല്ലെങ്കിൽ അതിലേറെ സ്വർണം കൊടുത്ത വിജയമല്യയുടെ സംഭാവന അത് പോയി കഴിഞ്ഞു. വിജയമല്യ സംഭാവനയല്ല, ശബരിമലയിൽ വരുന്ന സ്വർണ്ണങ്ങളുണ്ടല്ലോ, അതിനേക്കാൾ അത് എത്രമാത്രം കാണും. അതിനൊരു കണക്കെന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. പൊതുജനങ്ങൾ അറിയണ്ടേ ഈ കണക്കൊക്കെ. അതെ, അത് പൊതുജനങ്ങൾ അറിയണം, തീർച്ചയായിട്ടും അറിയണം. ശബരിമലയിൽ ഭക്തന്മാർ കൊടുക്കുന്ന പണം ഇങ്ങനെയുള്ളവന്മാർക്ക്, ഈ കള്ളന്മാർക്ക് കൊണ്ടുപോയി തിന്നാനുള്ളതല്ലത്. അപ്പോൾ അത് അതിശക്തമായ നടപടി വരണം. നമുക്കറിഞ്ഞുകൂടാ, പൊളിറ്റിക്കലായിട്ടുള്ള പോസ്റ്റിംഗാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ താഴെയുള്ളവരെല്ലാവരും. അതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള നടപടി ഏതായാലും ഒരു ഒറ്റ ആൾക്കാർ ഉണ്ടാവും. അല്ല, ഇതിപ്പോൾ ഈ സ്വർണ്ണപ്പാളിയും കട്ടളയും ശ്രീകോവിലിൻ്റെ കഥകുമൊക്കെ മാറ്റിയതായിട്ട് ഉണ്ട്. ഇതല്ലാതെ ഒട്ടേറെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഈ ഓരോ ദിവസവും ലഭിക്കുന്ന സംഭാവന, അതുകൂടാതെ തന്നെ ഈ സ്വർണ്ണപ്പാളി മറ്റെവിടെയൊക്കെ ആരൊക്കെ സംഭാവനയായി നൽകിയിട്ടുണ്ടാകും ഇതുപോലെ, അതൊക്കെ ഇനി വെളിയിലോട്ട് വരണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്നറിയോ, ഇതിനകത്ത് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്ന കാര്യം മോഷണമുണ്ട്. ഇവിടുന്ന് കടത്തിക്കൊണ്ട് മോഷണമാണ്. പിന്നെ ക്രിമിനൽ മിസ്ട്രസ്റ്റ് ഇല്ലേ ഇതിനകത്ത്. അതെ, കാരണം വഞ്ചിച്ചില്ല അവരെ. അയ്യപ്പനെയും വഞ്ചിച്ചു, സർക്കാരിനെയും വഞ്ചിച്ചു, അല്ല ദേവസ്വം ബോർഡും വഞ്ചിക്കപ്പെട്ടില്ലേ. അപ്പോൾ അത് ചീറ്റിംഗ് ഉണ്ട് ഇതിനകത്ത്.
ചീറ്റിംഗ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് ക്രിമിനലായിട്ടുള്ള ഒരു ഡക്കോയിറ്റി ഉണ്ടെന്ന് ഞാൻ പറയും, പിടിച്ചുപറി പോലെ. അപ്പോൾ ഒന്ന് ചീറ്റിങ്, 420 ചീറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്, മോഷണം വരുന്നുണ്ട്, മിസ്അപ്രോപ്രിയേഷൻ വരുന്നുണ്ട്. ഇവിടുത്തെ പണമൊക്കെ അടിച്ച് പല രീതിയിൽ മാറ്റുന്നുണ്ട് പലരും. ചിലർ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് അതിൻ്റെ വീതം പറ്റി പോകുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള ഒഫൻസാണ് ചെയ്തിരിക്കുന്നത് മുഴുവൻ. പിന്നെ ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ മറക്കരുത്. ഒരു 120B പഴയ ഇത് വരുന്നത് ഗൂഢാലോചനയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന കാലാകാലങ്ങളായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം തട്ടിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ സാർ. അതായത് എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്. അതായത് അവിടെ വരുന്ന ഈ നാളികേരം അത് ലേലം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടെൻഡർ വിളിച്ച് ഓരോരുത്തർ എടുത്ത് കൊണ്ടുപോവുകയാണ്. അത് ഒരു പ്രൈവറ്റ് പാർട്ടിയാണ് സ്ഥിരം എടുക്കുന്നത്. എന്നാൽ ടോമിൻ തച്ചങ്കരി ഒരു വകുപ്പിൻ്റെ മേധാവിയായിരുന്നപ്പോൾ അദ്ദേഹം നേരിട്ട് വന്ന് അതിനേക്കാൾ ഉയർന്ന തുകയ്ക്ക് ടെൻഡർ എടുത്ത് കൊണ്ടുപോയി. അത് വളരെ ലാഭമായിരുന്നു. ആ വകുപ്പിന് തന്നെ അത് വലിയ നേട്ടമുണ്ടാക്കി. അദ്ദേഹത്തെ പക്ഷേ പിന്നീട് ആ വകുപ്പിൽ നിന്ന് മാറ്റുകയും വീണ്ടും പഴയ ആ പ്രൈവറ്റ് പാർട്ടിക്ക് ഇത് കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തു. അതായത് അർഹമായ തുക ശബരിമലയിലേക്ക് വരുന്നില്ല, കുറഞ്ഞ തുകയ്ക്ക് കാര്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ വരുന്ന കമ്മീഷൻ രൂപത്തിൽ ഇത് കൊടുക്കുന്നവർക്ക് നേട്ടമുണ്ടായിട്ടുണ്ടാകണം. ഇതാണ് എൻ്റെ സംശയം. അത് സംശയത്തിൻ്റെ അല്ല, അങ്ങനെയാണ് അവിടെ മുഴുവൻ ചീറ്റിങ്ങും തട്ടിപ്പും വെട്ടിപ്പും മാത്രമേ ഉള്ളൂ അവിടെ. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എത്രയോ കാലാകാലങ്ങളായിട്ട്. നമുക്ക് സത്യസന്ധമായ രീതിയിൽ അവിടെ ഒരു ഇതെല്ലാം ഒന്ന് ക്രമപ്പെടുത്തണം. ഇതിനകത്ത് എന്നറിയോ, 98-99 44 കിലോ വന്നെന്ന് പറഞ്ഞു. അതിനുശേഷം 2009 ഉപദേവതാ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയിട്ടുണ്ട്. കന്നിമൂല ഗണപതിയിൽ, മാളികപ്പുറം ക്ഷേത്രം, നാഗരാജാവ് ഇവിടെ 2009 സ്വർണം പൂശിയിട്ടുണ്ട്. അത് ആര് കൊടുത്തു എന്നൊക്കെ കണക്കിന് വരണം. അതുപോലെ 2015 18-ാം പടി പഞ്ചലോകത്തിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് 2015. പിന്നെ 2017 കൊടിമരം സ്വർണം പൂശിയിട്ടുണ്ട്. കൊടിമരം അത് 9.5 കിലോ ആയിരുന്നു. അത് കണക്കിൻ്റെ ഇരിപ്പുണ്ട്, 9.5 കിലോയാണ്. പത്രത്തിൽ വന്ന കണക്കുകളാണിത്. 2019 ശബരിമല ശ്രീകോവിലിൽ സ്വർണം പൂശിയിട്ടുണ്ട്, അതിൻ്റെ വാതിലിൽ 2019. അപ്പോൾ ഇതൊക്കെ ആ സ്വർണം എവിടെ നിന്ന് കിട്ടി? ആ സ്വർണം ഇപ്പോൾ അവിടെ ഉണ്ടോ? മറ്റ് കടത്തിക്കൊണ്ട് പോയത് മാത്രമല്ല, ശബരിമലയുടെ എന്ന് മുതലാണ് സ്വർണം പൂശിയിട്ടുള്ളത്, എവിടൊക്കെയാണ്, അതിന് കണക്കെടുക്കണം. ആ സാധനം ഇപ്പോൾ അവിടെ ഉണ്ടോ? അവിടെ പാളികളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ പാളികൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ? അതിപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ വേറെ പല കഥാപാത്രങ്ങളും വരണം ഇതിനകത്ത്. അല്ല, ഇതിപ്പോൾ 2019 കൊണ്ടുപോയി, വീണ്ടും 2024 കൊണ്ടുപോയി. അതായത് 2019 കൊണ്ടുപോയി പൂശി കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത് 40 വർഷത്തെ ഗ്യാരണ്ടിയാണ്. എന്നാൽ വീണ്ടും 4 വർഷമായപ്പോൾ വീണ്ടും കൊണ്ടുപോകുന്നു. എന്തിനാണ് ഈ 40 വർഷം ഗ്യാരണ്ടി? എനിക്ക് തോന്നുന്നില്ലേ സ്വർണ്ണം ഇത്ര ഹാർഡ് മെറ്റൽ ഒരിക്കലും അത് തേഞ്ഞു പോവില്ല. അതെ, കാരണം ഈ ശില്പത്തിലൊക്കെ തന്നെ പതിപ്പിച്ചിരിക്കുന്ന ഈ മെറ്റൽ നമ്മൾ ആരും തൊടുന്നില്ല, അതിൽ ചവിട്ടി നടക്കുന്നില്ല, അങ്ങനെ നിൽക്കുക. അതെ, അതെങ്ങനെയാണ് അതിൻ്റെ മങ്ങി പോകുന്നത്, അതെങ്ങനെ തേഞ്ഞു പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. അതെ, ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ പൊളിറ്റിക്കലായിട്ട് ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പോസ്റ്റിംഗ് നിർത്തണം. നമുക്ക് ലോട്ടറി നമ്മൾ നറുക്കിട്ടല്ലേ എടുക്കുന്നത്. ഇവിടെ അങ്ങനെ നറുക്കിട്ടല്ലേ എടുക്കേണ്ടത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നറുക്കിട്ട് എടുക്കുന്നത് ഭക്തജനങ്ങളെ, ഭക്തരായ ആൾക്കാരെ, അല്ലെ സമൂഹത്തിന് കൊള്ളാവുന്ന ആൾക്കാരെയൊക്കെ വെക്കുന്നത്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു, അപ്പോൾ ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് കേന്ദ്രത്തിൻ്റെ ഒരു പുതിയ നിയമമാണ്. ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെ നിയന്ത്രണത്തിലേക്ക് വരിക എന്നുള്ളത്, ആ പൊളിറ്റിക്കൽ നിയന്ത്രണം മാറ്റുക എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരുന്ന ആ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു രീതി വരണം. കാരണം എന്താ പറയുക, കേരളത്തിലെ ഈ ശബരിമല ഈ ദേവസ്വം, കേരളത്തിലെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ 1250 ക്ഷേത്രങ്ങളുണ്ട്. 1250 ക്ഷേത്രമുണ്ട്. അതുപോലെയാണ് മലബാർ ദേവസ്വം ബോർഡ് വേറെയാണ്. അതുപോലെ തൃശ്ശൂർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് വേറെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലെ തീർച്ചയായിട്ടും ധാരാളം സ്വത്തുക്കൾ വന്നു പോകുന്നതാണ്. അതിനൊന്നൊരു കണക്കും തൊപ്പിയൊന്നുമില്ല. കുറേയൊക്കെ ഉണ്ടാവും. ഇപ്പം കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അവിടെ നേർച്ചയിടുന്നതോ അവിടെ ഇടുന്ന പൈസയുടെ കണക്കും ക്യാഷായിട്ടും കോയിനായിട്ടും ഒക്കെ വരുന്നത്. പക്ഷേ കോയിനായിട്ട് ഒത്തിരി സ്വർണ്ണക്കോയും വരുന്നുണ്ട്. അതിൻ്റെ കണക്ക് നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇതൊക്കെ പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യണ്ടേ? ഇത് പൊതു സ്വത്തല്ലേ? അത് തന്നെയല്ല, നമ്മൾ അതിശയിച്ചു പോകുന്നുണ്ട്. കാരണം ഈ കേരളത്തിൽ തന്നെ
ക്ഷേത്രങ്ങൾ എന്തുമാത്രം ക്ഷേത്രങ്ങളാണ്. നമ്മുടെ ആ സാംസ്കാരികമായ ആ പഴയ കാലഘട്ടമൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. 1250 ക്ഷേത്രം ഉണ്ടെന്ന ചെറുതും വലുതായ ക്ഷേത്രത്തിലൊക്കെ എന്തെല്ലാം ചടങ്ങുകളും എന്തെല്ലാം സ്വത്തുക്കളുണ്ട്. ആറന്മുള ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ഏറ്റുമാനൂർ ക്ഷേത്രമാണ്. ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത്. അതിനൊക്കെ കണക്കുണ്ടോ എന്ന് ഇതിപ്പോൾ ഉണ്ടെന്നാണ്. പിന്നെ ആറന്മുള ക്ഷേത്രം വരുന്നുണ്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശസ്തമായ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അതൊക്കെ നമ്മുടെ അതിന് ജാതി മതമൊന്നും അല്ല നോക്കേണ്ടത്. നമ്മൾ സംരക്ഷിക്കേണ്ട സാധനങ്ങളാണിത്. എത്രായിരം വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒക്കെ എപ്പോഴും ഈ ക്ഷേത്രങ്ങളെ കാര്യമായാലും ശരി, പള്ളിയായാലും ശരി, അമ്പലമായാലും മോസ്കായാലും ശരി, അതൊക്കെ നമ്മൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ പൈതൃകമല്ലേ അതൊക്കെ. അത് തന്നെയല്ലേ ലോകത്തിലെ BC മുതൽ ഇന്ത്യൻ ഹിന്ദു ക്ഷേത്രങ്ങളെപ്പറ്റി അന്നു മുതലേ ഉണ്ട്. പലതും നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും എല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. അതിനൊരു ത്വര വന്നിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ. അതുപോലെ കേരളത്തിലെ ഈ 1250 ക്ഷേത്രങ്ങളും സംരക്ഷിക്കപ്പെടണം. അതിനുള്ള ഫണ്ട്, ശബരിമലയിലുണ്ടാകുന്ന ഫണ്ട് ഈ 1550 ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക്. അതായത് 367 കിലോ സ്വർണം ശബരിമലയിലെ ബാങ്കിൽ ഇരിപ്പുണ്ട്. സർക്കാരിന് എടുക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, ഈ 1250 ക്ഷേത്രങ്ങളിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി ജീവനക്കാരുണ്ട്. ഇവിടുത്തെ വരുമാനം കൊണ്ടാണ് കഴകക്കാർ, മാലകെട്ട്, അങ്ങനത്തെ കുറേ ഉണ്ട്. അതുങ്ങൾക്കൊന്നും വലിയ ശമ്പളമൊന്നുമില്ല, പക്ഷെ അമ്പലവാസികളാണ്. അപ്പോൾ അവർക്കൊക്കെ മിനിമം അവർക്ക് ശമ്പളം കൊടുക്കണം, അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കണം. വീടില്ലാത്തവർ ധാരാളം പേരെ എനിക്കറിയാം. സർക്കാർ പറയുന്നത് ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അങ്ങോട്ട് പോകുന്നതെന്നാണ് പറയുന്നത്. മറ്റ് ക്ഷേത്രങ്ങളുടെ അത് അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ശബരിമല ക്ഷേത്രം അങ്ങോട്ട് പോകുന്നില്ല. കുറേയൊക്കെ പോകും, ബാക്കി ഇവരടിച്ചുകൊണ്ട് പോവുമല്ലേ. അങ്ങനെയാണല്ലോ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയല്ലേ. അപ്പം 367 കിലോ സ്വർണ്ണം ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അത് ആ ജീവനക്കാർ 1250 ക്ഷേത്രങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വലിയ ശബരിമലയുള്ള മേൽശാന്തി കീഴ്ശാന്തി അവർക്കൊക്കെ നല്ല പൈസ ഉണ്ടാവും. മേജർ അമ്പലത്തിലെ ആൾക്കാർക്കൊക്കെ ഉണ്ടാവും. അല്ല ചെറിയ ചെറിയ അമ്പലത്തിലുള്ള ആൾക്കാർക്ക് ഒരു പൈസ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കണം. ഈ സ്വർണം വിൽക്കണമെന്നാണ് ഞാൻ പറയണത്. അത് പൊതു ഫണ്ട്, അമ്പലത്തിൻ്റെ ഫണ്ടായിട്ട് വിട്ട് കൊടുക്കണം ആൾക്കാർ. ജീവനക്കാർക്ക് ശമ്പളം സാഹചര്യം വേണം എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ അന്വേഷണം ഇപ്പോൾ എന്തായാലും അങ്ങ് പറഞ്ഞ് മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് നടത്തുന്നത്. ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾക്ക് വലിയൊരു തരത്തിൽ അറുതി ഇടുവാൻ ഈ അന്വേഷണത്തിലൂടെ സാധിക്കുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? കാരണം അങ്ങ് പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ നിഗൂഢതയുടെ വലിയൊരു കേന്ദ്രമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നത്, ഇപ്പം ഹൈക്കോടതി രണ്ടാഴ്ച കൊണ്ട് അവലോകന റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. 6 ആഴ്ചയ്ക്ക് അന്വേഷണം തീർക്കണം. നടക്കില്ല. അത് എൻ്റെ കാഴ്ചപ്പാടിൽ അത് നടക്കില്ല. കാരണം ഇത് തന്നെ കണ്ടെത്താൻ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഇപ്പോഴത്തെ ഈ അന്വേഷണം SIT എന്ന് പറയുന്നത് ഇപ്പം മോഷ്ടിച്ചുകൊണ്ട് പോയ സ്വർണത്തെപ്പറ്റി, അടിച്ചുകൊണ്ട് പോയ സ്വർണത്തെപ്പറ്റി മാത്രമേ അവർ അന്വേഷിക്കുകയുള്ളൂ. ശബരിമലയിലെ ഇനി ധാരാളം സ്വത്തുക്കൾ വന്നു ചേരുന്നുണ്ട്. അത് വേറൊരു ടീമല്ലേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് പറ്റില്ല. ഇവരിത് പ്രോസിക്യൂഷൻ ഇപ്പം മോട്ടിച്ചത്, ഈ സ്വർണം കടത്തിയത്, അത് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് അകത്തും അവിടെ ഇവിടെ പൂശിയതും, ദാരുവാര ശില്പങ്ങൾ, അങ്ങനെ കൂടിയും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ സ്വർണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. അത് സമയമെടുക്കും. എങ്കിലും അങ്ങനെയുള്ളതിന് മാത്രമേ ഇപ്പോഴത്തെ അന്വേഷണം കൊണ്ട് പ്രയോജനമുള്ളൂ. ബാക്കി അവിടെ ചേരുന്ന സ്വത്തുക്കളുടെ മൊത്തം കണക്കെടുത്തിട്ട് അതിനകത്ത് അടിച്ചുകൊണ്ട് പോയ സാധനങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിലൊരു പ്രത്യേക അന്വേഷണ ടീമും കൂടെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ ചിലരൊക്കെ പറഞ്ഞത് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണെങ്കിൽ അതിൽ കാര്യമുണ്ട്. അയ്യപ്പൻ്റെ വിഗ്രഹം പഞ്ചലോകമായതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നു, അത് സ്വർണ്ണമായിരുന്നെങ്കിൽ അതും കൊണ്ടുപോയേനെ എന്നാണ് ചിലരൊക്കെ പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പൻ വന്നേനെ. അങ്ങനെ പറയാനും അത് വെക്കോമാർ. അത് തന്നെയല്ല, ഇതിനകത്ത് ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ. ദാരു ശില്പങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടല്ലോ, അത് തടിയിലാണ് ചെയ്യുന്നത്, ദാരുശില്പം. എന്നിട്ടാണ് സ്വർണം പൊതിയുന്നതൊക്കെ. തേക്ക് തടിയാണ്, അത് നിലമ്പൂർ തേക്കാണ്. ഇപ്പോൾ നിലമ്പൂർ തേക്കിൻ്റെ ഒരു ദാരുശില്പം ഉണ്ടാക്കി ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു ആദ്യ തുടക്കത്തിൽ 2 ഉണ്ടായിരുന്നു ദാരുശില്പങ്ങൾ. ഒരെണ്ണമാണ് സ്വർണം പൂശി വെച്ചിരിക്കുന്നത്, ഒരെണ്ണം അവിടുത്തെ ഗോഡൗണിൽ ഇരിപ്പുണ്ടെന്ന്. പക്ഷേ അവിടുത്തെ SP അവിടെ പോയി പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്കൊരെണ്ണം കിട്ടി, ഇയാളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടി. അപ്പം പോകുന്ന പോക്ക് നോക്കിക്കേ. അപ്പോൾ ആൾക്കാരെയും ജനങ്ങളെയും സർക്കാരിനെയും ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഞാൻ പറയാം, ദേവസ്വം ബോർഡാണ് പറ്റിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയാനൊക്കെയുള്ളൂ.
ആൾക്കാരെ പറ്റിക്കുന്നതിന് ഒരു കയ്യും കണക്കും എത്രയോ വർഷങ്ങളായി. ഇപ്പോഴെങ്കിലും കുറേയെങ്കിലും ഈ പിടുത്തം നമുക്ക് ഇതുകൊണ്ട് കുറേയെങ്കിലും നമുക്ക് സംരക്ഷിക്കപ്പെടും. കുറേ സ്വർണ്ണങ്ങളും കുറേ ഇതും വരുമാനങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടും. പക്ഷേ സ്ഥിരമായിട്ട് ഈ ക്ഷേത്രങ്ങളിൽ വരുന്ന ഇപ്പോൾ പല ക്ഷേത്രത്തിലെയും അവിടെ സൂക്ഷിച്ച 10, 20, 30, 40 പവൻ സ്വർണം ഉണ്ട്. അതൊന്നും ഇപ്പം കാണാനില്ല. അപ്പോൾ ഇനിയെങ്കിലും അവിടെ വന്നു ചേരുന്ന ഭക്തി കൊണ്ട് വന്നു ചേരുന്ന ആൾക്കാരുടെ ആ സ്വത്തുക്കൾ നമ്മൾ സംരക്ഷിക്കപ്പെടാനുള്ള സംവിധാനം കേരളത്തിലെ പ്രത്യേകിച്ച് ട്രാവൻകൂറും അതിൽ 1250 ക്ഷേത്രം, പിന്നെ മലബാർ ക്ഷേത്രം, മലബാർ അതെല്ലാം വരണം. അവിടെ ഒരുപാടുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് വരണം. മലബാറൊക്കെ ധാരാളം ക്ഷേത്രങ്ങളുള്ളതാണ്, പക്ഷേ വലിയ വരുമാനമൊന്നുമില്ല. എങ്കിലും ഫേമസായ പല ക്ഷേത്രങ്ങളുമുണ്ട് വരുമാനം കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അടിയന്തര, കാരണം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈശ്വരവിശ്വാസികളെ തന്നെ അതിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അല്ലാതെ രാഷ്ട്രീയപരമായി ആ ഏരിയയിലുള്ളവരെ പലരും ഇതിനകത്ത് വന്നു ചേരുന്നുണ്ട്. അതൊക്കെ ദുരുദ്ദേശത്തോടെ വരുന്നതാണ്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം പോയി ചേരട്ടെ, ഭക്തിയുള്ളവർ ഭക്തിയുടെ കാര്യങ്ങൾ പുറകെ നടക്കട്ടെ. ശരിയാണ്. എന്തായാലും ശബരിമലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടി മുതൽ മുടി വരെ അന്വേഷണം നടത്തേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വർഷങ്ങളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നടക്കുന്ന കള്ളത്തരങ്ങൾ, അതിൻ്റെ തോത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അന്വേഷണം വളരെ വളരെ ആഴത്തിൽ നടത്തിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന പല കള്ളത്തരങ്ങളും കൊള്ളകളും പുറത്തേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ ഉടനീളമുള്ള ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് ഒഴിവാക്കുക, വിശ്വാസികളെ ഏൽപ്പിക്കുക, കഴിവുള്ളവരെ ഏൽപ്പിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ വിശ്വാസികൾ വിശ്വാസത്തോടെ എല്ലാം അർപ്പിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടി വരുന്നവർ നൽകുന്ന ആ സംഭാവനകൾ ഇത്തരത്തിൽ കൊള്ള ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ മുതലുകൾ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി അവർ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വഴികളടയ്ക്കുക, കൊള്ളയ്ക്കുള്ള എല്ലാ സാധ്യതകളും അടച്ച് ഒരു പഴുതും കൊടുക്കാത്ത വിധത്തിലുള്ള അന്വേഷണമായിരിക്കണം നമ്മുടെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. കോടതി അവരെ നേരിട്ട് തന്നെ നിയമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ കള്ളന്മാർക്ക് ഇടപെടാനുള്ള പഴുത് ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിനും ഒരു അനുഗ്രഹം അയ്യപ്പൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.